Now we will discuss about the sources of risk. First one is market risk. Market risk means it is the variation in return caused by the volatility of stock market. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഇൻക്രീസും ഡിക്രീസും, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡിക്രീസും ഇൻക്രീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഇൻവെസ്റ്ററിൻ്റെ റിട്ടേണിൽ വരുന്ന വേരിയേഷനെയാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് മാർക്കറ്റ് വൊളാറ്റിലിറ്റി? നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റിലെ വൊളാറ്റിലിറ്റി കൊണ്ടാണ് റിട്ടേണിൽ വേരിയേഷൻ എന്ന് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ആ വൊളാറ്റിലിറ്റി ഉണ്ടാവുന്നത്? മാർക്കറ്റ് വൊളാറ്റിലിറ്റി മേ ഡ്യൂ ടു ദ ചേഞ്ചസ് ഓഫ് social, political and natural hazards can be the reason behind the market volatility. That means market risk occurs due to the reaction of investors in the stock market. ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിന് റിയാക്ഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? മാർക്കറ്റ് റിസ്ക് ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു വൊളാറ്റിലിറ്റി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു. The trend in the stock market may be upward or downward. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാം? ഇൻക്രീസും ഡൗൺവേർഡ് ട്രെൻഡും ഉണ്ടാവും, അപ്വേർഡ് ട്രെൻഡും ഉണ്ടാവും. അപ്വേർഡ് ട്രെൻഡ് ഈസ് നോൺ ആസ് ബുള്ളിഷ് ട്രെൻഡ് ആൻഡ് ഡൗൺവേർഡ് ട്രെൻഡ് ഈസ് നോൺ ആസ് ബെയറിഷ് ട്രെൻഡ്. എന്താണ് ബുള്ളിഷ്, എന്താണ് ബെയറിഷ് എന്നൊക്കെ നമുക്കറിയില്ലേ? നോക്കാം. ഡ്യൂ ടു ദീസ് ദർ വിൽ ബി എ വേരിയബിലിറ്റി ഇൻ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ബെയറിഷ് ട്രെൻഡും ബുള്ളിഷ് ട്രെൻഡ് കൊണ്ടും തന്നെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? നമ്മുടെ റിട്ടേൺ കിട്ടുന്നതിൽ വേരിയബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ബോത്ത് ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ ഈവൻസ് എഫക്ട് ദ സ്റ്റോക്ക് മാർക്കറ്റ്. ടാൻജിബിൾ ഈവൻസും ഇൻടാൻജിബിൾ ഈവൻസും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്കൽ, നാച്ചുറൽ ഹസാർഡ്സ് ആർ റിയൽ ആൻഡ് ടാൻജിബിൾ ഈവൻസ്. ടാൻജിബിൾ ഈവൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടാൻജിബിൾ ഇവൻസും ഇൻടാൻജിബിൾ ഇവൻസും സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ടാൻജിബിൾ ഇവൻസ് എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്കൽ, നാച്ചുറൽ ഹസാർഡ്സ്. ഇതൊക്കെ എന്താണ്? ടാൻജിബിൾ ഇവൻസ് ആണ്. അതേസമയം ഇൻടാൻജിബിൾ ഇവൻസ് എന്താണ്? മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. എന്താണ് ഇൻടാൻജിബിൾ ഇവൻസ് എന്ന് പറയുന്നത്? ഇൻടാൻജിബിൾ ഇവൻസ് ആർ റിലേറ്റഡ് ടു മാർക്കറ്റ് സൈക്കോളജി. മാർക്കറ്റ് സൈക്കോളജി എഫക്റ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റിയൽ ഇവൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ദ റിയാക്ഷൻ ടു ദ ടാൻജിബിൾ ഇവൻസ് ബിക്കം ഓവർ റിയാക്ഷൻസ് ആൻഡ് ദ പുഷ് ദ മാർക്കറ്റ് ടു എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ടാൻജിബിൾ ഇവൻസിൽ വരുന്ന റിയാക്ഷൻ കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? സൈക്കോളജിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അത് എന്ത് ചെയ്യും? മാർക്കറ്റിനെ പുഷ് ചെയ്യും, ഇല്ലേ? ദ സീരീസ് ഓഫ് റിയാക്ഷൻ ഒക്യൂസ് ബേസ്ഡ് ഓൺ ദ ഹൗ ദ ഇൻവെസ്റ്റർ, അതായത് ഇൻവെസ്റ്ററിൻ്റെ സൈക്കോളജിയാണ് മെയിനായിട്ട് എന്ത് ചെയ്യാനുള്ള റീസൺ, മാർക്കറ്റ് റിസ്ക് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ. നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് അറൈസസ് ഡ്യൂ ടു ദ വേരിയബിലിറ്റി ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രം ടൈം ടു ടൈം. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ഡിഫറൻസ് ആണ് എന്ത്? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും എന്ത് ചെയ്യും? ടൈം ടു ടൈമിനനുസരിച്ച് ഡിഫറൻസ് വന്നുകൊണ്ടേയിരിക്കും. അതായത് ഓരോ പീരീഡിനും അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇറ്റ് പർട്ടിക്കുലർലി എഫക്ട് ദ ഡെപ്റ്റ് സെക്യൂരിറ്റി ആസ് ദേ ക്യാരി ദ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഇത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുക ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ്. സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റ് സെക്യൂരിറ്റീസിന് ഒരു കൂപ്പൺ റേറ്റ്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ഡിഫറൻസ് വരുന്നതുകൊണ്ട് അത് ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെ എഫക്റ്റ് ചെയ്യും. The coupon rate of a debt security will be equal to the market interest rate at the time of issue. അതായത് ഒരു ഡെപ്റ്റ് സെക്യൂരിറ്റിൻ്റെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, ഏത് സമയത്താണോ ഡെപ്റ്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത് ആ സമയത്തുള്ള മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിന് ഈക്വൽ ആയിരിക്കും. ദെൻ all total, we can say that the variability in a security's return resulting from the changes in the level of interest rate is referred as interest rate risk. അതായത്
ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ച് കൊണ്ട് സെക്യൂരിറ്റിയിൽ റിട്ടേണിൽ വരുന്ന വേരിയബിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. സച്ച് ചേഞ്ചസ് ജനറലി എഫക്ട് ദ സെക്യൂരിറ്റീസ് ഇൻവേഴ്സ്ലി. അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് സെക്യൂരിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അതായത് സെക്യൂരിറ്റിയുടെ പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും ഇൻവേഴ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുക. അതായത് when the interest rate increases, market price of fixed income securities falls. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ്, അതായത് ഡെപ്റ്റ് സെക്യൂരിറ്റിയുടെ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ആൻഡ് വൈസ് വേഴ്സ, അല്ലേ? അതായത് എപ്പോഴാണോ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് ആ സമയത്ത് പ്രൈസ് ഓഫ് ഫിക്സ്ഡ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. Third source of risk is purchasing power risk. Purchasing power risk is also known as inflation risk. It is arising from declining in purchasing power due to the inflation. Inflation അനുസരിച്ച് എന്ത് ചെയ്യും, പർച്ചേസിങ് പവർ ഡിക്രീസ് ചെയ്യും. ഒരു മാർക്കറ്റ് ഇൻഫ്ലേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസിങ് പവർ എന്തായിരിക്കും, കുറയും. ഓരോരുത്തരുടെ കയ്യിൽ എമൗണ്ട് കൊണ്ട് പർച്ചേസ് ചെയ്യാനുള്ള പവർ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. പർച്ചേസിങ് പവർ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പർച്ചേസിങ് പവർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. There is the chance that purchasing power of invested amounts will also decline. അതായത് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റഡ് എമൗണ്ടിൻ്റെ പർച്ചേസിങ് പവർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. വിത്ത് അൺസർട്ടൺ ഇൻഫ്ലേഷൻ ദർ റിയൽ റിട്ടേൺ ഇൻവോൾവ്സ് റിസ്ക് ഈവൺ ഇഫ് ദ നോമിനൽ റിട്ടേൺ ഈസ് സേഫ്. The risk is related to interest rate risk since the interest rate generally rises as the inflation increases because lenders demand additional inflation premiums to compensate for the loss of purchasing power. ഈ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, പർച്ചേസിങ് പവറിനെ ഈ ഇൻഫ്ലേഷൻ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ ടു ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് ഡ്യൂറിങ് ദ ഇൻഫ്ലേഷണറി പീരീഡ്. ഇൻഫ്ലേഷണറി പീരീഡിൽ ദ ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് അഡ്വൈസബിൾ ടു ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ്. Then two types of purchasing power risk or inflation risk are demand inflation risk and cost inflation risk. Demand inflation risk means it is arises due to the increase in price. Price increase ചെയ്യും, okay, which will result from an excess of demand over the supply. അതായത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താണ്, ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനുള്ള സപ്ലൈ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഗുഡ്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. എന്താണ് ഡിമാൻഡ് ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനുള്ള സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ആ സപ്ലൈ ഫെയിൽ ആവുന്നതുകൊണ്ട് തന്നെ അതിന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ്, അതായത് എക്സസ് ഡിമാൻഡ് വരുന്നത് കൊണ്ട് തന്നെ അതിനെ മീറ്റ് ചെയ്യാൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇതെന്ന് പറയുന്നത്, ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഇൻഫ്ലേഷൻ ഒക്കേഴ്സ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ആർ അണ്ടർ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഉള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. അതായത് ഡിമാൻഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. Next one is cost push inflation or cost inflation risk. It arises due to the sustained increase in the price of goods and services. It actually caused by the higher production cost. ഹയർ പ്രൊഡക്ഷൻ കോസ്റ്റ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. A high cost of production inflates the final price of the finished goods consumed by the people. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാണ്, അതായത് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദ പ്രൊഡ്യൂസേഴ്സ് ആർ ഫോഴ്സ്ഡ് ടു ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അതിനെയാണ് നമ്മൾ കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ. ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ല, അതുകൊണ്ട് പ്രൈസ് ഓഫ് ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുന്നു. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ദേ ആർ ഫോഴ്സ്ഡ് ടു ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്.
Next one is regulation risk. Some investment relatively attractive to the other investment because of certain regulations or tax laws are given advantages to the some kind. അതായത് ചില ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് എക്സംഷൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള റെഗുലേഷൻസിൽ വരുന്ന ചേഞ്ച് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണിനെ എഫക്റ്റ് ചെയ്യും. Next one is business risk. Business risk depends upon the operating condition is based by the company. ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ബിസിനസ് റിസ്ക് ഉണ്ടാവുന്നത്. വേരിയബിലിറ്റി ഇൻ ദ ഓപ്പറേറ്റിംഗ് ഇൻകം കോസ്റ്റ് ബൈ ദ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഇൻക്വയർ ചെയ്യുന്ന റിസ്ക് ആണ് എന്ത്, ബിസിനസ് റിസ്ക്. നെക്സ്റ്റ് വൺ ഈസ് റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്. Reinvestment risk means it is based on the fact that the interest or dividend earned from an investment cannot be reinvested with the same rate of return as it was bought later. അതായത് ഒരു നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും വീണ്ടും നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ആദ്യം നടത്തിയ റിട്ടേണിലും കുറവോ കൂടുതലോ ആയിരിക്കാം. അതായത് സെയിം റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കില്ല. ചില ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതായത് ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ, അത് അവർ യൂസ് ചെയ്യില്ല. അവർ വീണ്ടും എന്ത് ചെയ്യും, അതേ എമൗണ്ട് എന്ത് ചെയ്യും, വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ റീഇൻവെസ്റ്റഡ് എമൗണ്ടിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത റേറ്റ് ഓഫ് റിട്ടേണും തമ്മിൽ എന്തായിരിക്കും, ഡിഫറൻസ് ഉണ്ടാവും. നെക്സ്റ്റ് റിസ്ക് ഈസ് ഇൻ്റർനാഷണൽ റിസ്ക്. ഇൻ്റർനാഷണൽ റിസ്ക് ഈസ് കൺസിസ്റ്റ് ഓഫ് കൺട്രി റിസ്ക് ആൻഡ് എക്സ്ചേഞ്ച് റിസ്ക്. എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഈസ് ഓൾസോ നോൺ ആസ് കറൻസി റിസ്ക്. ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എന്താണ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പെർസ്പെക്റ്റീവിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും, ഫോറിൻ കൺട്രീസിലെ സെക്യൂരിറ്റീസിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അവർ എന്ത് ചെയ്യും, ഓൺ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, so the investors in today's world most recognize the understand of exchange rate risk. അതായത് നമ്മൾ ഫോറിൻ കറൻസി നമ്മുടെ കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ആ കറൻസി റേറ്റിൽ, ആ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന വൊളാറ്റിലിറ്റി എന്ത് ചെയ്യും, നമ്മുടെ റിട്ടേണിനെ എഫക്റ്റ് ചെയ്യും. ഒന്നുമില്ല, എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് ചോദിച്ചാൽ all investors invest in global market, so exchange rate will affect the return of each and every investor. അതായത് അവർ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ഫോറിൻ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ നമ്മുടെ കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പം എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ. അതായത് ഇപ്പോൾ ഒരു അമേരിക്കയിലെ ഒരു കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അതിൻ്റെ റിട്ടേൺ വരുന്നത് ഡോളറിലായിരിക്കും. ആ ഡോളർ നമ്മൾ ഇന്ത്യൻ കറൻസിയിലേക്ക് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും, ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റിട്ടേൺ എടുക്കുക. അപ്പോൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഓരോ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. അപ്പം ഓരോ $US ഇത്ര ഇന്ത്യൻ റുപ്പീസ് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഡിഫറൻസ് എന്ത് ചെയ്യും, നമ്മുടെ റിട്ടേണിനെ എഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്ത് പറയുന്നത്, കറൻസി റിസ്ക് എന്ന് പറയുന്നത്. അതായത് കറൻസിയിലുള്ള വരുന്ന ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് എന്ത് ചെയ്യും, നമ്മുടെ ഇൻവെസ്റ്ററിൻ്റെ റിട്ടേണിനെ എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് കൺട്രി റിസ്ക്. കൺട്രി റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് പൊളിറ്റിക്കൽ റിസ്ക്. ദാറ്റ് മീൻസ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, അതായത് ഒരു ഇക്കണോമിയിലെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, കമ്പനീനെ എഫക്റ്റ് ചെയ്യും. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ റിസ്ക്, അതായത് നമ്മൾ ഇൻ്റർനാഷണലി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കൺട്രിയുടെ പൊളിറ്റിക്കൽ റിസ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേണിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പം പൊളിറ്റിക്കലായിട്ട് ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺട്രി ആണെങ്കിൽ അവിടെ വരുന്ന റിട്ടേണിലും എന്ത് ചെയ്യും, വേരിയേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്.
Liquidity risk is the risk associated with the particular secondary market in which security trades. An investment that can be bought or sold quickly and without significant price concession is considered as liquid. അതായത് പെട്ടെന്ന് നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സെൽ ഓഫ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ലിക്വിഡിറ്റിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിലൊരു വേരിയേഷൻസ് വരുന്നില്ലെങ്കിൽ അവിടെ എന്താണ് നോ ലിക്വിഡിറ്റി റിസ്ക് ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ബോണ്ട്സ്, അതിനെന്താണ് ലിക്വിഡിറ്റി റിസ്ക് വളരെ കുറവാണ്. A treasury bills that has little or no liquidity risk. ലിക്വിഡിറ്റി റിസ്ക് തീരെ ഇല്ലാത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. പക്ഷേ ചില OTC സ്റ്റോക്കൊക്കെ ഉണ്ട്, അതിനെന്തുണ്ട് സബ്സ്റ്റാൻഷ്യലി ലിക്വിഡിറ്റി റിസ്ക് ഉണ്ട്. അതായത് നമ്മൾ സെല്ല് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്ന അതേ പ്രൈസിലായിരിക്കണമെന്നില്ല അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രഷറി ബില്ലിന് നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 900 റുപ്പീസ് ആണെങ്കിൽ അത് ലിക്വിഡാക്കി അതിന് സെയിൽ ചെയ്യുന്ന സമയത്തും അതിൻ്റെ പ്രൈസ് എത്ര തന്നെയായിരിക്കും 900 തന്നെയായിരിക്കും. പക്ഷേ ഒരു സ്മോൾ OTC സ്റ്റോക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് അതേ വാല്യൂവിൽ തന്നെ സെല്ല് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം കുറയാനും കൂടാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫിനാൻഷ്യൽ റിസ്ക് ഓർ ക്രെഡിറ്റ് റിസ്ക്. Financial risk or credit risk means it arises due to the change in capital structure of company. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്ന റിസ്ക് ആണ് ഫിനാൻഷ്യൽ റിസ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കൺസിസ്റ്റ് ഓഫ് 3 സോഴ്സസ് ഓഫ് ഫണ്ട്സ്: ഓൺഡ് ഫണ്ട്സ്, ബോറോഡ് ഫണ്ട്സ് ആൻഡ് റിട്ടേൺഡ് ഏർണിംഗ്സ്. Last one is operational risk. Operational risk means it is the risk arises out of ഹ്യൂമൻ എറേഴ്സ്. അതായത് ഹ്യൂമൻ എറേഴ്സ് കൊണ്ടാണ് ഓപ്പറേഷണൽ റിസ്ക് ഉണ്ടാകുന്നത്. ഈ റിസ്ക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി ചേഞ്ചസ് വരും. എന്തൊക്കെയാണ് ഓപ്പറേഷണൽ റിസ്ക്? എക്സാമ്പിൾസ് ആർ ഡ്യൂ ടു ദ ബ്രേക്ക് ഡൗൺസ് ഇൻ ഇൻറ്റേർണൽ പ്രൊസീജിയേഴ്സ്, പീപ്പിൾസ്, പോളിസീസ് ആൻഡ് സിസ്റ്റം. ഇതുകൊണ്ട് വരുന്ന റിസ്കിനെയാണ് നമ്മൾ ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്.